ഹായ് എവരിവൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന പോർഷൻ ജെനസിസ് ചാപ്റ്റർ 15 ആണ്. ഉൽപ്പത്തി 15 അധ്യായം. അവിടെ അബ്രാം ലോത്തിനെ രക്ഷിക്കാനുള്ള ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞു. ആ യുദ്ധം എല്ലാം ചെയ്ത് ഈ ലോത്തിനെ ഒക്കെ രക്ഷിച്ചു. അതിനുശേഷം ഒരു ദർശനത്തിൽ ദൈവം തന്നോട് പ്രത്യക്ഷപ്പെടുകയും ദൈവം തന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. അബ്രാമിനോട് ആ ദർശനത്തിൽ ദൈവം തന്നെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. തന്നെ ഒരു ഷീൽഡായിട്ട് തന്നെ പ്രൊട്ടക്ട് ചെയ്യുകയാണെന്നാണ് ദൈവം അവിടെ തന്നോട് ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ് ചെയ്യുന്നത്. താൻ വലിയൊരു യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് താൻ പിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തൻ്റെ മനസ്സിൽ ഉള്ള ഒരു ചിന്ത, ഇനിയും ഇവരൊക്കെ വന്ന് ഇനി ഞങ്ങളെ ഒന്ന് അറ്റാക്ക് ചെയ്യുമോ, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചിന്തയും അതിൻ്റെ പ്രിപ്പറേഷനൊക്കെയും അതിനുള്ള തയ്യാറെടുപ്പൊക്കെയും അതിനെപ്പറ്റി ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. അപ്പോഴാണ് ദൈവം പറയുന്നത്, ഞാൻ നിന്റെ പരിചയമാകുന്നു, ഞാൻ നിന്റെ ഷീൽഡ് ആകുന്നു എന്ന് ദൈവമാണ് പ്രോമിസ് കൊടുക്കുന്നത്. അപ്പോൾ അബ്രാമിന് പക്ഷെ ഉണ്ടായിരുന്ന ഒരു ചിന്ത, തനിക്ക് ഒരു സന്തതികളില്ലായിരുന്നു, തനിക്ക് മക്കളില്ലായിരുന്നു എന്നുള്ളൊരു ചിന്തയായിരുന്നു തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് താൻ പറയാണ്, ഏലിയാസറിന്റെ മക്കളാവോ ഇവിടെ എൻ്റെ അവകാശികളെന്ന് താൻ അവിടെ പറയുകയാണ് ചെയ്യുന്നത്. ഏലിയാസർ എന്ന് പറയുമ്പോൾ തൻ്റെ അസിസ്റ്റന്റ് ആയിട്ട്, തൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ തനിക്ക് മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനിയും ആ സെർവന്റിന്റെ ഇതൊക്കെ ലഭിക്കുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു അബ്രാമിന് ആ സമയത്ത്. അപ്പോഴും ദൈവം ഒരു പ്രോമിസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഞാൻ നിന്നിലൂടെ തന്നെ നിനക്ക് മക്കളെ തരും എന്നുള്ള ഒരു പ്രോമിസ് ദൈവം അബ്രാമിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് പ്രത്യേകിച്ചും നമ്മൾ കാണുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ പറയുന്നത്, ദൈവത്തിന്റെ വാക്കുകളെ അബ്രാം വിശ്വസിച്ചു, അത് അബ്രാമിന് നീതിയായിട്ട് കണക്കിട്ടു എന്നാണ് പറയുന്നത്. അപ്പം വിശ്വാസമാണ് തനിക്ക് നീതിയായിട്ട് കണക്കിടുവാനായിട്ടുണ്ടായിരുന്നത്. തൻ്റെ ദൈവത്തോടുള്ള വിശ്വാസമായിരുന്നു. താൻ ചിന്തിച്ചപ്പോൾ തന്നെ ഇത്രയും നടത്തിയ ദൈവം, താൻ ഒന്നുമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വ്യക്തിയാണ് അബ്രാം. ആ അബ്രാമിനെ ഇത്രയും വലിയ വ്യക്തിയാക്കിയ ദൈവമാണ്. അപ്പോൾ ഈ ദൈവത്തിന് തനിക്കൊരു മകനെ തരുവാൻ, തനിക്ക് ഇത്രയും വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലൂടെ പോയി തനിക്കൊരു മകനെ തരുവാനായിട്ട് ദൈവത്തിന് പറ്റും എന്ന് തനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസം തനിക്കുണ്ടായിരുന്നുണ്ട്. തനിക്ക് ആ ഒരു വിശ്വാസം നീതിയായിട്ട് കണക്കിടുവാനായി തോന്നുന്നു. തനിക്ക് അഗ്രചർമ്മമോ അങ്ങനെ ഒന്നും ചെയ്യേണ്ടതില്ല, അതല്ല തനിക്ക് നീതിയായിട്ട് കണക്കിടാൻ കാരണമായി തോന്നുന്നു. പകരം തനിക്ക് ദൈവത്തോടുണ്ടായിരുന്ന വിശ്വാസം അത് തനിക്ക് നീതിയായിട്ട് കണക്കിടുവാനായിട്ട് ഇടയായി തോന്നുന്നു. അതിനുശേഷം പിന്നീട് തനിക്ക് എന്നാലും ഒരു ചെറിയ സംശയമുണ്ട്, ഇനി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ. കാരണം തനിക്ക് പ്രോമിസ് ചെയ്തതാണ് ഈ ഒരു ലാൻഡ് എന്നുള്ളത്. തനിക്കുന്ന കനാൻ ദേശം തനിക്കും തൻ്റെ ഡിസെൻഡൻസിനും തൻ്റെ സന്തതികൾക്കും അത് ദൈവം പ്രോമിസ് ചെയ്യുന്നത്. പക്ഷെ താൻ ഇപ്പോഴും അവിടെ ഒരു പരദേശിയായിട്ടാണ്, താനവിടെ ഫോറിനറായിട്ടാണ് താൻ അവിടെ താമസിക്കുന്നത്. താൻ അവിടെ ടെന്റ് അടിച്ചാണ് അവിടെ താമസിക്കുന്നത്. ആ സമയത്തും തനിക്ക് ആ ഭൂമി അല്ലെങ്കിൽ തനിക്ക് ആ ലാൻഡ് തനിക്ക് അവകാശമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോഴും ദൈവം ഒരു പ്രോമിസ് എടുക്കുകയാണ്, ആകാശ നക്ഷത്രങ്ങൾ പോലെ അതുപോലെ നിനക്ക് സന്തതികളുണ്ടാകും, അവർ ഈ ഇത് കൈവശമാക്കും എന്നുള്ളൊരു പ്രോമിസ് ദൈവം കൊടുക്കുകയാണ്. എന്നിട്ട് ദൈവം പറയാണ്, ഉടനെ അല്ല, 400 വർഷം തൻ്റെ സന്തതികൾ 400 വർഷം അവർ കഷ്ടപ്പെടും. അവർ ഈജിപ്തിന്റെ അടിയിൽ, ചുരുതി പറഞ്ഞാൽ ഈജിപ്തില് അവർ കഷ്ടപ്പെടും. അതിനുശേഷം അവരുടെയൊക്കെ തിരികെ വരും എന്ന് ദൈവം അവിടെ പ്രോമിസ് കൊടുക്കുകയാണ്. നമ്മൾ പിന്നീട് എക്സോഡസ് കാണുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവർ മിസ്രൈമിന്റെ കീഴിലാകുകയും അവരവിടെ 400 വർഷങ്ങൾ അവരവിടെ കഷ്ടപ്പെടുകയും അവിടെ അടിമയായിട്ട് ജീവിക്കുകയും ചെയ്യും. അതിനുശേഷം അവർ പിന്നീട് തിരികെ ഇവിടേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ദൈവം മുൻകൂട്ടി തന്നെ പ്രോമിസ് ചെയ്യുകയാണ് അബ്രാമിന്. ഇതുപോലെ എല്ലാം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം നമുക്ക് പ്രോമിസ് നമുക്ക് ഉടനെ തന്നെ അത് സംഭവിക്കണമെന്നില്ല. നമ്മളതിന് ദൈവത്തിന്റെ ചില പ്രോമിസസ് നമ്മൾ വർഷങ്ങൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മളെ വിശ്വാസത്തോടെ അതിനോട് കാത്തിരിക്കുക എന്നുള്ള കാര്യമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ അബ്രാമിന്റെ വിശ്വാസം അത് ശരിക്കും നമ്മളെ എൻകറേജ് ചെയ്യട്ടെ. കാരണം അബ്രാമിന് ആ വിശ്വാസം ഉണ്ടായിട്ടും തൻ്റെ കണ്ണുകൊണ്ട് തൻ്റെ സന്തതികൾ
ഈ ഒരു ഇതിലേക്ക് തിരികെ വരുന്നതായിട്ടും അവരത് കൈവശപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും അബ്രാമിനെ കാണുവാനായിട്ട് ഇടയില്ല. പക്ഷെ തനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവം തനിക്ക് ഈ കാര്യം പ്രോമിസ് ചെയ്ത ദൈവം ഇത് ഫുൾഫിൽ ചെയ്യുന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തനിക്ക് നേരിട്ട് കണ്ടില്ലെങ്കിൽ കൂടി, താൻ ആ സമയത്ത് ഒരു പരദേശി ആയിരുന്നെങ്കിൽ കൂടി തനിക്ക് ദൈവത്തോട് വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം തനിക്ക് നീതിയായിട്ട് കണക്കിടുവാനായിട്ട് ഇടയെത്തുന്നു. വിശ്വാസമുള്ളപ്പോൾ ആ പ്രവൃത്തിയും അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. കാരണം തനിക്ക് വിശ്വാസമുണ്ടായിരുന്നു ദൈവം തന്നെ തൻ്റെ സന്തതികളെ നടത്തും, അവർക്ക് ഇത് ഒരു ഗിഫ്റ്റായിട്ട് ഇവർക്കുള്ള ദേശമായിട്ട് ദൈവം ഇത് കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസം തനിക്കുണ്ടായിരുന്നു. ആ വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട് താൻ ഒരിക്കൽ പോലും താൻ ഈ കൂടാരവാസിയായിട്ട് താനോട് ജീവിച്ചപ്പോൾ ഒരിക്കൽ പോലും താൻ ദൈവത്തോട് കംപ്ലൈൻറ്റ് ചെയ്യുക, ദൈവമേ ഇത് എപ്പോഴാണ് നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയൊന്നും ചെയ്തില്ല. കാരണം തൻ്റെ വിശ്വാസം താനോടെ പ്രവർത്തിയാൽ താനോടെ കാത്തിരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അബ്രാം വിശ്വസിച്ച പോലെ തന്നെ ദൈവത്തെ വിശ്വസിക്കുവാനായിട്ട് അബ്രാമിൻ്റെ ആ ഒരു കാര്യം, ഇബ്രാഹിമിൻ്റെ ആ ഒരു ജീവിതം, ഇബ്രാഹിമിൻ്റെ ജീവിത രീതി, ഇബ്രാഹിമിൻ്റെ ആ പ്രവൃത്തി അത് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് നന്മ തോന്നുന്നതാണ്.